ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ള വർക്ക് എന്താണെന്നാണ് നിങ്ങൾ കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ വൈറ്റ് റിബണും ഗ്രീൻ റിബണും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് റിബണും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഏത് കളറിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതെല്ലാം നിങ്ങളുടേതായിട്ടുള്ള ഇഷ്ടമാണ്. ഞാൻ എൻ്റെ കയ്യിലുള്ള റിബൺസ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. കാരണം നമുക്ക് ഇങ്ങനൊരു വർക്ക് ചെയ്യുമോയെന്ന് ചോദിച്ച് കോൺടാക്റ്റ് ചെയ്തപ്പോഴാണ് നമ്മൾ ഇങ്ങനൊരു വർക്കായിട്ട് വന്നിട്ടുള്ളത്. അല്ലാതെ ഇത് വീഡിയോ എടുക്കാൻ ഒരിക്കലും ഞാൻ വിചാരിച്ചതല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഏകദേശം ഞാൻ എത്രത്തോളം അളവിലാണ് ഇത് കട്ടാക്കി എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ സാറ്റിൻ്റെ റിബണാണ് ഞാൻ ഇവിടെ യൂസ് ആക്കിയിട്ടുള്ളത്. നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു പീസ് നിങ്ങൾ ഏത് അളവിലാണോ കട്ട് ചെയ്തിട്ടുള്ളത് അതേ സെയിം അളവ് തന്നെ ബാക്കി എല്ലാം കട്ട് ചെയ്തെടുക്കണം കേട്ടോ. എന്നതിന് ശേഷം മാത്രം നിങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടല്ലോ, അതേ ഒരു സെയിം മെത്തേഡ് തന്നെ തുടരുക കേട്ടോ. അപ്പോൾ ഒരുപാട് ആളുകളോട് നമ്മൾ ലൈക്ക് ചെയ്യാൻ ഈ 2-3 വീഡിയോസിൽ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. കാരണം നമ്മൾ അതിൻ്റെ ഓപ്ഷൻസ് എല്ലാം നിങ്ങൾക്ക് അതിൽ കാണിക്കുന്നുണ്ട്. നമ്മളുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടായത്. പക്ഷേ പറയാതിരിക്കാൻ കഴിയുന്നില്ല. കാരണം അത് പറഞ്ഞാൽ മാത്രം ചെയ്യുന്ന വ്യക്തികളുണ്ട്. നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ ഞങ്ങൾ ലൈക്ക് അടിക്കുള്ളൂ എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്കാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ തീർച്ചയായിട്ടും എന്നോട് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കണ്ടു തുടങ്ങാം കേട്ടോ. ഇനി നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറക്കില്ല എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ ബാക്കി ഭാഗങ്ങൾ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കാണുക കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ ഇതിലൊരു പാറ്റേൺ മാത്രമാണ് കാണിക്കുന്നത് കേട്ടോ. ബാക്കി എല്ലാം കാണിച്ച് വരുമ്പോഴത്തേന് വീഡിയോക്ക് ഒത്തിരി ലെങ്ത് ആവും. അപ്പോൾ നിങ്ങൾക്കും ബോറാവും, വോയിസ് കൊടുക്കണേ എനിക്കും ബോറായിരിക്കും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു പാറ്റേൺ മാത്രം കാണിച്ചിട്ടുള്ളത്. ബാക്കി എല്ലാം സെയിം പാറ്റേൺ തന്നെയാണ് ചെയ്യേണ്ടത് കേട്ടോ. എന്നിട്ട് നമ്മളുടെ ഈ ഒരു ചൂലുണ്ടല്ലോ, ചൂലെന്ന് പറയുമ്പോൾ തെങ്ങിൻ്റെ ഓലയിൽ നിന്ന് കിട്ടുന്ന എന്താ പറയുക, ഈർക്കിൽ. ഓരോ ഭാഗത്ത് എന്തൊക്കെയാണ് പറയാമെന്നാവട്ടോ. കണ്ണൂർ ഭാഗക്കാരുണ്ട്, തൃശ്ശൂരുണ്ട്, കോഴിക്കോട് ഏകദേശം നമ്മളെ ഭാഷയോടൊക്കെ ജോയിൻ്റ് ആയിട്ടെന്നായിരിക്കും. അതുപോലെ കാസർഗോഡ്, കണ്ണൂർ ആ ഭാഗത്തു നിന്നൊക്കെ കാണുന്ന ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. അവരൊക്കെ എന്താണ് ഇതിന് പറയാന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനത്തെ ആളുകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഒരു പാറ്റേൺ എടുത്തിട്ട് അതിൻ്റെ സൈഡിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ ഓരോന്ന് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം ഞാൻ ഒട്ടിച്ചെടുക്കുന്നത് നിങ്ങളെ കാണിക്കുന്നില്ല. കാരണം അതെല്ലാം ആ ഒരു മാല പോലെ കാണുന്നതെല്ലാം ഒട്ടിച്ചെടുക്കുന്നത് നിങ്ങളെ വീഡിയോസിൽ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി ലെങ്ത്തായി പോകും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നതിന് ശേഷം നമ്മൾ അതിൻ്റെ ഒരു അറ്റത്ത് നിന്ന് നമ്മളത് തിരിച്ച് കൊടുക്കണം. നമ്മൾ ആദ്യം ഒട്ടിച്ച് തുടങ്ങിയ ഭാഗം പുറത്തോട്ടാക്കിയിട്ട് അതിൻ്റെ പുറം ഭാഗം ഉള്ളിലോട്ടാക്കിയിട്ടാണ് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് കേട്ടോ. എന്നതിന് ശേഷം നമ്മൾ ആ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സ്റ്റിക്ക് ഉണ്ടല്ലോ, നമ്മളുടെ ഓലയുടെ ഈർക്കിൽ വെച്ചിട്ട് ചെയ്തിട്ടുള്ള ആ ഒരു സ്റ്റിക്ക് അതിലോട്ടൊന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക, ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ നല്ല രീതിക്ക് തന്നെ നിങ്ങൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു സ്റ്റിക്ക് അതിലോട്ട് നല്ല രീതിക്ക് അത് എന്താ പറയുക, ജോയിൻ്റ് ആയി നിൽക്കുന്നത് വരെ നല്ല രീതിക്ക് തന്നെ നിങ്ങൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാവേണ്ടെന്ന് വിചാരിക്കണം. പിന്നെ ഏകദേശം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വീഡിയോ എടുക്കാൻ ഉദ്ദേശിച്ചല്ല ഈ ഒരു വർക്ക് തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി ഇത് വീഡിയോ എടുത്ത് ജസ്റ്റ് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത് വീഡിയോ ആക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഓരോ ഭാഗങ്ങൾ ശ്രദ്ധിച്ച് വേണം നിങ്ങൾ ചെയ്യാൻ കേട്ടോ. അപ്പോൾ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട് വീഡിയോക്ക് എന്നൊന്നും അറിയില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെ ഓണാക്കി മാത്രമേ വെച്ചിട്ടുള്ളായിരുന്നു. ബാക്കി കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ, എങ്ങനെയൊക്കെയാണ് ഏതൊക്കെയാണ് കാര്യങ്ങളെന്നൊന്നും. അപ്പോൾ ഈ ഒരു വർക്ക് ഇങ്ങനെ ചെയ്യാൻ അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുമെന്ന് വേണമല്ലോ നമ്മൾ ശ്രമിക്കുക. അപ്പോൾ നമ്മളങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി. ഓൾറെഡി നമ്മളിങ്ങനെ ഒരു ഹെയർ ബോല് ഇങ്ങനത്തെ ഒരു ഫ്ലവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ധൈര്യത്തോട് കൂടിയിട്ടാണ് ഈ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ എങ്കിലും ഫൈനൽ റിസൾട്ടിലോട്ട് വന്നപ്പോൾ നല്ല രീതിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ബാക്കി മെറ്റീരിയൽസ് ഒന്നും എൻ്റെ കയ്യിലില്ലാത്ത മെറ്റീരിയൽസ് ആണ് കേട്ടോ. എല്ലാം വീട്ടിൽ നിന്ന് അവിടെ നിന്നൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു വർക്കാണ്. അപ്പോൾ ഇത് എത്രത്തോളം ഭംഗിയുണ്ട് എന്നുള്ളത് നിങ്ങളാണ് പറയേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഓരോ വീഡിയോസും നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാവും. നമ്മൾ അതാത് ടൈമിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഓരോ വീഡിയോസാണ് എന്നുള്ളത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു റിബൺ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഫ്ലവർ ഉണ്ടല്ലോ, അത് നമ്മൾ എന്താ പറയുക, നമ്മുടെ മെറൂൺ കളർ റിബൺ, അതുപോലെ ലൈറ്റ് പിങ്ക് ഒക്കെ വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. കാരണം ഇത് അവർക്ക് ഒരു വൈറ്റ് ഡ്രസ്സാണെന്ന് പറഞ്ഞപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വൈറ്റ് റിബൺസാണ് നമ്മളെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേക്ക് ആയിട്ട് സ്റ്റോക്ക് ഇറക്കിയിട്ടുള്ളതിലുണ്ടായിരുന്നതാണ് കേട്ടോ. ഓക്കെ, എന്നിട്ട് നിങ്ങൾ കണ്ടില്ല അതിൻ്റെ ഒരു ഫൈനൽ ഭാഗം ഫ്ലവർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഈ താഴെ കൊടുക്കുന്ന ലീഫ് ആർട്ടിഫിഷ്യലാണ് കേട്ടോ. കാരണം അത് നമ്മളുടെ ഫ്ലവർ വൈസിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ളതാണ്. അത് മുൻകൂട്ടിയുള്ള ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ടുള്ളൊരു വർക്കോ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ നമുക്കത് പുറത്തുനിന്ന് വാങ്ങിക്കാനോ ഒന്നിനും അതിൻ്റേതായിട്ടുള്ള മെറ്റീരിയൽസ് ഒന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ
നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ഫ്ലവർ വൈസിൽ നിന്നാണ് ആ ഒരു ലീഫ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഞാൻ ഈ ഒരു വർക്കിൽ ഓരോ ഭാഗങ്ങൾ എങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ കേട്ടോ. കാരണം ഒട്ടുമിക്ക ആളുകളുടെ കയ്യിലുണ്ടാവില്ല റിബണ് 1/2 ഇഞ്ച്, അതുപോലെ 1 ഇഞ്ച്, 2 ഇഞ്ച് എല്ലാ രീതിയിലുള്ള റിബൺസുകൾ എല്ലാവരുടെ കയ്യിലും അവൈലബിൾ ആയിരിക്കും. ഇനി ആരുടെ കയ്യിലും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അല്ല നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഷോപ്പുകളിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ടെങ്കിൽ ഇതുപോലെ വാങ്ങിച്ചിട്ട് നിങ്ങൾ ചെയ്ത് നോക്കാം കേട്ടോ. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമ്മുടെ വീട്ടിൽ എന്താ പറയുക ഫ്ലവർ വൈസിൽ കാര്യങ്ങളിലൊക്കെ ഇതുപോലെ നമുക്ക് ചെയ്ത് വെക്കാൻ കഴിയും കേട്ടോ. അതുപോലെ നമുക്ക് എന്താ പറയുക പ്രത്യേകിച്ച് ഫംഗ്ഷൻ്റെ ഡേ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് വർക്കുകൾ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാൻ കഴിയും. ഓരോ വർക്കുകളായിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ ഇനി വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ നിങ്ങൾക്ക് എന്താണെന്നുള്ളത് കണ്ടാൽ മനസ്സിലാവും. പിന്നെ നമ്മുടെ ഗിവ് അവേ നിങ്ങൾ മറക്കണ്ട. അപ്പോൾ അതിൻ്റെ എല്ലാ ഡീറ്റെയിലും ഞാൻ ഇനി ഈ വീഡിയോസിൽ ഞാൻ പറയുന്നില്ല. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാമല്ലോ അല്ലേ, ഗിവ് അവേൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ പരമാവധി നമ്മളുടെ വീഡിയോസ് എല്ലാവരിലേക്കും നിങ്ങളൊന്ന് എത്തിച്ചു കൊടുക്കുക കേട്ടോ. ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളെ കൊണ്ട് കഴിയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പരമാവധി വീഡിയോ മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ കയ്യിലുള്ള റിബൺ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ കയ്യിലുള്ള റിബൺസിൻ്റെ കളർ എന്ന് പറയുമ്പോൾ ഓറഞ്ച് അതുപോലെ ഗ്രീനാണ് കേട്ടോ. നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്ന റിബൺസാണ്. ഇതിൽ തന്നെ ഒരുപാട് കളറുകൾ അവൈലബിൾ ആണ് കേട്ടോ. ഇതിപ്പോൾ 1 ഇഞ്ചിൻ്റെ റിബണാണ്. ഇതിൽ 2 ഇഞ്ചിൻ്റെ റിബൺ വരുന്നുണ്ട്, 2.5 ഇഞ്ചിൻ്റെ റിബൺ വരുന്നുണ്ട്. അതിലെല്ലാം പല കളറുകളിലായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം നമ്മൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് മെറ്റീരിയൽസ് എത്തിച്ച് തരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് ഒരു കളറിൽ മാത്രമാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പല കളറുകളിലായിട്ട് നമ്മൾ ഒരുമിച്ച് ചെയ്തെടുക്കുകയാണ്, ഇതുപോലത്തെ സ്റ്റിക്കായിട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടായിരിക്കും കേട്ടോ. എന്നിട്ട് നമ്മൾ നമ്മളുടേതായിട്ടുള്ള രീതിയിൽ അറേഞ്ച് ചെയ്ത് നമ്മളുടെ ഫ്ലവർ വൈസിലേക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയോട് കൂടി തന്നെ നിങ്ങൾക്ക് നമ്മൾ ഉണ്ടാക്കിയ വർക്ക് നമുക്ക് തന്നെ കാണുമ്പോൾ ഒരു മനസ്സിനൊരു സന്തോഷം ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ഇന്നത്തെ വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണാതെ ബൈ.